നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് വരാൻ കഴിയാത്തവർക്ക് നമുക്ക് ഇതിന്റെ റെക്കോർഡ് ചെയ്യാം. ഞാൻ റെക്കോർഡ് ചെയ്യാനായിട്ടാണ് അങ്ങോട്ട് മാറിയത്. ഓക്കെ, ഇത് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യണം. ജസ്റ്റ് എല്ലാവർക്കും സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ 21 ദിവസം കൊണ്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹലോ, കേൾക്കാനല്ലേ വോയിസ്? ഓക്കെ ഓക്കെ 21 ദിവസം നമ്മളുടെ ഈ ലൈവ് സെക്ഷൻ 21 ദിവസമാണ് മുന്നോട്ട് പോകുന്നത്. 21 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ 21 ദിവസം പ്രാക്ടീസിന് കൃത്യമായിട്ടും വരാൻ ശ്രമിക്കുക. അതിലൂടെ നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ആവുന്ന മാത്സുമായി ബന്ധപ്പെട്ട്, മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളെ എളുപ്പം ഓർമ്മിച്ച് വെക്കുന്നതിന് ഉള്ള ഒരുപാട് ടിപ്സുകളുമായിട്ടാണ് നമ്മുടെ ഈ 21 ദിവസം മുന്നോട്ട് പോകുന്നത്. 21 ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. 21 ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 21 ദിവസം നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തു വരികയാണെങ്കിൽ അത് നമ്മളുടെ ഒരു നമുക്ക് ആ ഒരു 21 ദിവസം ഫോളോ അപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു കഴിവ് കരസ്ഥമാക്കി എടുക്കാൻ പറ്റും. അപ്പൊ 21 ദിവസം നമ്മൾ ഈ ലൈവ് സെക്ഷനിലൂടെ പ്രാക്ടീസ് ചെയ്തു പോകുമ്പോൾ റെക്കോർഡ് ക്ലാസ് നമ്മൾ തരും. ആ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും പ്രാക്ടീസ് ഉണ്ടായിരിക്കുക. ആ പ്രാക്ടീസിലൂടെ 21 ദിവസം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയം വളരെ ഈസി ആയിട്ട് അനുഭവപ്പെടും. അതിലൂടെ നമ്മളുടെ മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലൂടെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും കൂടെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഈ പറയുന്ന ഏരിയകൾ ശ്രദ്ധിക്കുക. ഞാനിതിപ്പോൾ ഒന്നാമത്തത് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഫിംഗർ മാത്സുമായി ബന്ധപ്പെട്ടാണ്. വിരലുകൾ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് കണക്കുകൾ കൂട്ടാൻ കഴിയുന്നത്? സാധാരണ കണക്കുകൾ കൂട്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ വിരൽ കൊണ്ടിടുന്നത്, അതായത് നമ്മൾ തുടക്കം എന്ന നിലയ്ക്ക്, ഫസ്റ്റ് ക്ലാസ് എന്ന നിലയ്ക്ക് ഫിംഗർ മാത്സ് ആണ്. ഇതിലൂടെ നമുക്ക് 99 എന്ന് പറയുന്ന സംഖ്യ വരെയുള്ള കണക്കുകൾ ഈസി ആയിട്ട് കൂട്ടാനും ഗുണിക്കാനും കുറയ്ക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ വിരൽ കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. അത് സാധാരണ നമുക്ക് ആകെ ഉള്ളത് 10 വിരലാണ്. ഈ 10 വിരലിൽ നമുക്ക് 10 വരെ എണ്ണാൻ കഴിയുമെങ്കിൽ ഫിംഗർ മാത്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫിംഗർ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ 99 വരെ എണ്ണാൻ കഴിയും. അപ്പൊ നമുക്ക് 10 വരെയുള്ള സംഖ്യകൾ വിരൽ കൊണ്ട് ഇപ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റും. ഒരു 2, 3, 5 ഒക്കെ കൂട്ടാൻ പറ്റുന്നത് പോലെ നമുക്ക് 30, 40, 50, 58, 60 അങ്ങനെ 99 വരെയുള്ള സംഖ്യകൾ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ തുടക്കം എന്ന നിലയ്ക്ക് നമ്മൾ ഫിംഗർ മാത്സ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ 100 വാക്കുകൾ ഓർമ്മിച്ച് വയ്ക്കാനുള്ള ഒരു ഇതാണ്, ഒരു സെക്ഷനാണ്. 100 വാക്കുകൾ, അതായത് നമ്മളുടെ തലച്ചോറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ ആൻഡ് ഫീലിങ്സ് ആണ്. ഞാനിതൊന്ന് പരിചയപ്പെടുത്തി പോവുക മാത്രമാണ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അടുത്ത പ്രാക്ടീസ് സെക്ഷനിൽ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഓർമ്മിച്ച് വെക്കുന്നതിന് വേണ്ടി നമ്മളെ തലച്ചോറിലെ, നമ്മളെ ന്യൂറോണിലെ നമുക്ക് ചില പാർട്ടീഷൻ തിരിക്കാനുണ്ട്. അത് രണ്ടാമത്തെ സെക്ഷനിൽ അതാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും 100 വാക്കുകൾ വരെ വളരെ ഈസി ആയിട്ട്, നിങ്ങൾ ഇതിനകത്ത് വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യേണ്ടതിട്ടില്ല, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുക്കുന്നതിനോടൊപ്പം ക്ലാസ് റൂമിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാവും. അതിനോടൊപ്പം തന്നെ ഓർഡർ തെറ്റി ചിലപ്പോൾ നമ്മൾ ഈ 100 വാക്ക് എന്ന് പറയുന്നത് ഓർഡർ തെറ്റിച്ചായിരിക്കും. ആദ്യം 3, പിന്നെ 5, പിന്നെ 8, പിന്നെ 28, അങ്ങനെ ഏത് നമ്പറിൽ അവർ ഓർഡർ തെറ്റിച്ച് തന്നാലും നമുക്ക് കൃത്യമായ ഓർഡറിൽ
അത് അത് പറയാനും പറ്റും. അത് അങ്ങനെ കണക്റ്റ് ആവുന്ന, തലച്ചോറിനകത്ത് അങ്ങനെ തന്നെ കണക്റ്റ് ആവുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ മെമ്മറി പവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെക്ഷന് നമ്മുടെ ഈ മെമ്മറി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെയാണ് നമ്മുടെ തലച്ചോറിനകത്ത് കോഡുകൾ വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഈസി ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഇവിടെ 4ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള അല്ലെങ്കിൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കളും കൂടി ഇതിന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ നടക്കുന്നത്. അടുത്ത വരുന്നതെന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയ ഡിജിറ്റുകളും, അതായത് എത്ര വലിയ സംഖ്യകളും നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ ഉള്ള ചില ചിത്രങ്ങളാണ്. അതായത് സാധാരണ സംഖ്യകളാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മിച്ച് വെക്കാൻ പാടുള്ളൊരു ഇത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിൽ ഓർമ്മിച്ച് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് നമ്മളെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മളടുത്ത് പറയുന്ന ഒരു സംഖ്യ, ഉദാഹരണം ഇപ്പോൾ 578 എന്ന് പറയുന്ന ഒരു സംഖ്യ, അല്ലെങ്കിൽ 5346 എന്ന് പറയുന്ന ഒരു സംഖ്യയെ നമുക്ക് ചിലപ്പോൾ ഓർമ്മ നിൽക്കത്തില്ല. സംഖ്യകളാണ് മനുഷ്യന് ഓർമ്മിച്ച് വെക്കാൻ പാടുള്ള ഒരു ഏരിയ. കാരണം സംഖ്യകൾക്ക് ഇമാജിനേഷൻ ഇല്ല. ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറയുന്നു ഒരു പട്ടിയെ കുറിച്ച്, ഒരു ഡോഗിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ നിൽക്കും. നമുക്ക് ചിത്രങ്ങൾ ഇല്ലാത്ത ഒരിതാണ് നമ്മളുടെ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ സംഖ്യകൾക്ക് ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് അതെങ്ങനെ നമ്മൾ ഓർമ്മിച്ച് വെക്കുമ്പോൾ ഓരോ സംഖ്യകൾക്കും ഒരു ചിത്രം അല്ലെങ്കിൽ അതിനെ നമുക്ക് വാക്കുകളാക്കി, ഓരോ വസ്തുക്കളുടെ പേരുകളാക്കി മാറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് അടുത്ത ഒരു ഏരിയ വരുന്നത്. ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഞാൻ അതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നമുക്ക് സംഖ്യകളിൽ ആകെ പഠിക്കാനുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പൊ ഈ 10 ഡിജിറ്റുകളെ നമുക്ക് വാക്കുകളാക്കി മാറ്റുന്ന മെത്തേഡ്സുകളാണ് ഇതിനകത്തുള്ളത്. അതിന്റെ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. 0 എന്ന് പറയുന്നത് എസ്, അതുപോലെ തന്നെ ഇസഡ് ആണ്. അതുപോലെ 1 നോക്കാം, 1ന്റെ ടിയും ഡിയും ആണ്. 2 എന്ന് പറയുന്നത് എൻ ആണ്. ഇതെന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോവുക മാത്രമാണ്. നമ്മുടെ പ്രാക്ടീസ് സെക്ഷനിൽ നമ്മുടെ വീഡിയോയിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ എം എന്ന് പറയുന്നത് 3നെയാണ് എം എന്ന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 6 എന്ന് പറയുന്നത് 4നെ 4നെയാണ്. അതുപോലെ 5 എന്ന് പറയുന്നത് എൽ ആണ്. 6 എന്ന് പറയുന്നത് ജെയും ജിയും ആണ്. അതുപോലെ 7 എന്ന് പറയുന്നത് കെ ആണ്. 8 എന്ന് പറയുന്നത് എഫ് വി ആണ്. 9 എന്ന് പറയുന്നത് പി ആൻഡ് ബി ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് സംഖ്യകളെ വാക്കുകളാക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ. അതായത് 8 എന്ന് പറയുന്നത് എഫ് ആണ്. അതുപോലെ 4 എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത് ആർ ആണ്. 1 എന്ന് പറയുന്നത് ടി ആണ്. ഇവിടെ 841 എന്ന് പറയുന്നതിന് എഫ് ആർ ടി. ഇവിടെ വൗവൽസ് എന്ന് പറയുന്നത് അറിയാം, സ്വരാക്ഷരങ്ങള്. നമ്മൾ ഈ പറയുന്ന 10 ഡിജിറ്റുകൾക്ക് തന്നിരിക്കുന്ന വാക്കുകൾക്കപ്പുറമുള്ള ഒരു വാക്കുകൾ നമ്മളിവിടെ സംഖ്യകളായിട്ട് രൂപപ്പെടുത്താറില്ല. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഫോർട്ട് എന്ന് പറയുന്നതിന് സ്വരാക്ഷരമാണ്, വൗവൽസ് ആണ്. അവിടെ 841 ഫോർട്ട് എന്ന് പറയുന്ന ഒരു വാക്കാക്കി മാറ്റാൻ പറ്റും. അതുപോലെ 595
കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതിനെ വാക്കുകളായിട്ട് മാറ്റാൻ LBL ആണ് 595 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് എയും ഇവിടെ റെഡിൽ കൊടുത്തിരിക്കുന്ന എയും അതുപോലെ ഇയും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്താൽ അവിടെ ഒരു വാക്കാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 357 എന്ന് പറയുന്നത് ഒരു സംഖ്യയെ നമുക്ക് വാക്കുകളാക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതായത് MLK വരുന്ന വാക്കുകളിനകത്ത് ഒരു ഐ ചേർത്താൽ. അപ്പൊ നമുക്കിത് ഈ ഒരു സെക്ഷൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മളുടെ പേരുകളിൽ ഒക്കെ തന്നെ എങ്ങനെയാണ് അതിന്റെ സംഖ്യകൾ രൂപപ്പെടുന്നത്, നമുക്കൊരു സംഖ്യ കിട്ടിയാൽ എങ്ങനെയാണ് അതിനെ വാക്കാക്കുന്നത്, ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് വാക്കുകളെ കൂടുതൽ ആഴത്തിൽ പഠിച്ചു തുടങ്ങും എന്നുള്ളതും കൂടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ നമുക്ക് എന്തായി MLK എന്ന് പറയുന്നത് മിൽക്ക് എന്ന വാക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മിൽക്കിൽ ഐക്ക് അർത്ഥമില്ല, അല്ല ഡിജിറ്റ് ഇല്ല. എല്ലിന് ഡിജിറ്റ് ഉണ്ട്. L എന്ന് പറയുന്നത് 5 ആണ്. K എന്ന് പറയുന്നത് 7 ആണ്. മിൽക്ക്. ഇങ്ങനെ നമുക്ക് ആ വാക്കിനെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് 332-ൻ്റെത്. ഞാനത് അതുപോലെ 240-ൻ്റെ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഏതൊരു സംഖ്യയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഏതൊരു സംഖ്യകളെയും വാക്കുകളാക്കി മാറ്റാനും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ നിന്ന് സംഖ്യകളാക്കി തിരിക്കാനും നമുക്ക് ഈ മെത്തേഡിലൂടെ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഏറ്റവും കൂടുതൽ PSC പഠിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഉപയോഗം ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ഒരു വർഷത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ചരിത്രപരമായ കാര്യങ്ങൾ, അപ്പോൾ ആ ചരിത്ര ഇപ്പൊ ഉദാഹരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയാണ് അത് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1947 എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കും. ഇപ്പൊ അതേപോലെ ഇപ്പൊ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, ഇവിടെ ഈ 1-ാം ലോക മഹായുദ്ധത്തിനോടൊപ്പം ആ നമ്പറുകൾ ഏത് നമ്പറാണ്? ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വർഷം ഏതാണ് എന്ന് പറയുമ്പോൾ 1947 എന്ന് പറയുമ്പോൾ അതിനൊരു വാക്കാക്കി രൂപപ്പെടുത്തി ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് മറക്കത്തില്ല, വർഷം മറക്കത്തില്ല. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ഏരിയ ആണ്. കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഓക്കെ. അടുത്തത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചാർട്ടുമായി ബന്ധപ്പെട്ടൊരു ഏരിയ ആണ്. അതായത് നമ്മൾ സാധാരണ കുട്ടികളെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്ര മുതിർന്നവർ ഇതിനകത്ത് നമുക്ക് കുട്ടികൾ മാത്രമല്ല എത്ര മുതിർന്നവരായാലും ശരി തന്നെ നമ്മൾ ഇതിൻ്റെ നമ്മളൊരു ഗുണന പട്ടിക എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ സ്റ്റാർട്ടിങ്ങോട്ട് തുടങ്ങണം. നമ്മൾ സാധാരണ ഒരു കുട്ടിക്ക് രക്ഷകർത്താക്കളും കൂടി ശ്രദ്ധിക്കുക. കുട്ടിക്ക് സാധാരണ നമ്മൾ ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടിരിക്കുന്ന കുട്ടികളിലും നമുക്ക് 1 മുതൽ 10 വരെയുള്ള ഗുണനപ്പട്ടിക അവർക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗം ശരിയായിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകാം എന്നാണ്, പെർഫെക്റ്റ് ആയതിനു ശേഷം പോകാം ആണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്താൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിന്റെ കൂടെ പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഉയർന്ന അല്ലെങ്കിൽ വലിയ ചാർട്ടുകളിലേക്ക് പോകുമ്പോൾ ചെറിയ ചാർട്ടുകൾ ഇവർ പഠിച്ചു വരും. കാരണം സംഖ്യകൾ അങ്ങനെയാണ് നിൽക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ വെച്ച് മാത്രമാണ് ലോകത്തെ എല്ലാ സംഖ്യകളും നിർമ്മിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 1 മുതൽ 9 വരെയുള്ള ചാർട്ടുകളെ നമുക്കതിന് 100 വരെ ആണ് നമ്മളുടെ ചാർട്ടിന്റെ ഒരു പ്രത്യേകത, നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ 1-ന്റെ അല്ലെങ്കിൽ ഇപ്പോ ഒരു 5-ന്റെ 5 ഗുണം 5 8 ആണെങ്കിൽ നമുക്ക് 10 വരെ അല്ല നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്, അത് 100 വരെയാണ്. പക്ഷെ ഈ 10 വരെ നിങ്ങൾ പഠിക്കാൻ എടുത്ത സമയം മാത്രം മതി
അത് 100 വരെ പഠിച്ചു പോകാൻ. അതെങ്ങനെയാണ് ഇത് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് നമ്മളെ പ്രാക്ടീസ് സെക്ഷനിൽ കൃത്യമായിട്ട് ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് സെക്ഷനിൽ വന്നാൽ അത് ഈസി ആയിട്ട്, വളരെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. കാരണം 1 മുതൽ 10 വരെ നമ്മൾ പറഞ്ഞു, 0 മുതൽ 10 വരെയുള്ള സംഖ്യകൾ വെച്ചിട്ടാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഡിജിറ്റുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ 1 മുതൽ 10 വരെയുള്ള മൾട്ടിപ്പിൾ ചാർട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മുതൽ 1000 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ആ മെത്തേഡ് ഇത് നമ്മുടെ ഇതിനകത്ത് കോഴ്സിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വരെ നമുക്ക് അറിയാവുന്നതായിരുന്നു, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതെങ്ങനെയാണ്? ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 4ന്റെ ചാർട്ടാണ്, ചാർട്ടിന്റെ ഒരു ടേബിളാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നമ്മൾ 4ന്റെ ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് മുകളിലത്തെ ലൈൻ, ഇത് മൊത്തം ഒന്ന് നോക്കാം. 4ന്റെ ചാർട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ 1 മുതൽ 40 വരെയാണ് വരുന്നത്. അറിയാം, നോക്കിയാൽ അറിയാം. ഫസ്റ്റ് വരി താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, അതില് ഇപ്പൊ 4, 8, 12, 16, 20, 24, 28, 32, 36, 40. ഇത് 10ന് നമ്മൾ ആകെ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെയാ പഠിച്ചു പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ വരി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും 4 ആഡ് ചെയ്ത് വരും. ഇത് വലിയ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, ചെറിയ കുട്ടികൾക്കും ഈസി ആയിട്ട് മനസ്സിലാകും. നമ്മളുടെ കഴിഞ്ഞ ഗ്രൂപ്പിലൊക്കെ നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുട്ടികൾക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഈ ഫസ്റ്റ് വരി മുകളിൽ നിന്നുള്ള ഫസ്റ്റ് വരി നോക്കിയാൽ അറിയാം. 4 കഴിഞ്ഞാൽ 44. അതിന്റെ ഏറ്റവും അവസാനത്തെ അക്കങ്ങൾ 4ആണ്. അതായത് ഇപ്പൊ 1 4 4ആണെങ്കിൽ 11 4 എന്ന് പറയുന്നത് 44ആണ്. അങ്ങനെയാണെങ്കിൽ 21 4 എന്ന് പറയുന്നത് 84ആണ്. മനസ്സിലായി? അതേസമയം 31 4 എന്ന് പറയുന്നത് 3 4 12ഉം പിന്നെ അതിൻ്റെ കൂടെ എന്താണ് 12 എന്ന് പറയുന്നത് 120ഉം അതിൻ്റെ കൂടെ ഒരു 4ഉം കൂടെ കൂട്ടാൽ 124ആണ്. ഇവിടെ ഇത് ഇങ്ങനെയാണ് ഈ ചാർട്ട് ഈസി ആയിട്ട് പഠിച്ചു പോകുന്നത്. ഒറ്റ സെറ്റിൽ, ഒറ്റ പ്രാക്ടീസിൽ, ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളെ കഴിഞ്ഞ ബാച്ചിലുള്ള കുട്ടികൾ ഇതിനകത്തുണ്ട്. അവർ കൃത്യമായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈസി ആയിട്ട് നിങ്ങൾക്കത് മുതിർന്നവർക്കും എത്ര വലിയ സംഖ്യയാണ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പൊ ഇതിന്റെ തന്നെ പറയുമ്പോൾ 48 ഗുണം 4 എന്ന് പറയുമ്പോൾ 48 ഗുണം 4 ആ ചാർട്ട് നമ്മുടെ ബ്രെയിനിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു സെക്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ 21 ദിവസത്തെ പ്രാക്ടീസ് സെക്ഷൻ കൃത്യമായിട്ടും നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, അടുത്തത് വരുന്നത് സ്ക്വയർ ചാർട്ടാണ്. സ്ക്വയർ ചാർട്ട് എന്ന് പറയുന്നത്, ഇത് നമുക്ക് സാധാരണ എല്ലാവരും സ്ക്വയർ പഠിക്കാറുണ്ട്. സ്ക്വയർ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്തിനാണ് ഈ സ്ക്വയർ പഠിക്കുന്നത്? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9 എന്ന് നമ്മളിങ്ങനെ പഠിച്ചു പോകാറുണ്ട്. 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25 ഇങ്ങനെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് സ്ക്വയർ എന്ന് അതിന് പറയുന്നത്? അപ്പൊ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതി അതിന്റെ മേലിലൊരു ചെറിയ 2ഉം കൂടി ഇടുമ്പോൾ അതിനെ സ്ക്വയർ ആയിട്ട് പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു സംഖ്യയെ ആ സംഖ്യകൾ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ സ്ക്വയർ എന്ന് പറയാറുണ്ട് എന്ന് മാത്രമേ നമുക്കറിയാവൂ. അതെവിടെ, നമ്മുടെ ലൈഫിൽ എവിടെയാണ് നമ്മൾ സ്ക്വയർ ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് സ്ക്വയർ പഠിക്കേണ്ടത്, സ്ക്വയർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് കൃത്യമായിട്ടും ഈ സ്ക്വയർ ചാർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മനസ്സിലാവും. ഈ സ്ക്വയർ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ അത് എത്ര സ്ക്വയർ വരുമെന്ന് വരെ നമുക്ക് ഈസിയായി പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ. സ്ക്വയർ ഫീറ്റ് ആയിരിക്കാം, സ്ക്വയർ ഇഞ്ച് ആയിരിക്കാം, സ്ക്വയർ കിലോമീറ്ററുകളായിരിക്കാം. എങ്കിലും സ്ക്വയർ എന്ന് പറയുന്നത് ഇതിനെ 4 വശങ്ങളും തുല്യ അളവിൽ തിരിക്കുന്ന ഒരു പ്രതലത്തെ 4 ഭാഗങ്ങളെയും തുല്യ അളവിൽ തിരിക്കുന്ന ഈ സ്ക്വയറിനെ എങ്ങനെ നമുക്ക് കണ്ടുപഠിക്കാം,
അതാണ് നമ്മുടെ സ്ക്വയർ ചാർട്ട് കൊണ്ട് നമ്മൾ സ്ക്വയർ ചാർട്ടിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. മൈൻഡ് മാപ്പ് നമുക്ക് കേട്ടിട്ടുണ്ടാവും, പക്ഷെ കേരളത്തിനകത്ത് ഇതുവരെയും ശരിക്ക് മൈൻഡ് മാപ്പിനെ കുറിച്ചൊരു പഠനം വന്നിട്ടില്ല. ഇത് ലോകോത്തരമായി നിൽക്കുന്ന ഒരു എക്കോ വരുന്നുണ്ടോ? ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ അടുത്ത മൈൻഡ് മാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്, ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൈൻഡ് മാപ്പിനെ കുറിച്ചാണ്. മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് വളരെ നമ്മൾ മൈൻഡ് മാപ്പ് ഒരുപക്ഷെ ഇതിൽ കേട്ടിട്ടുണ്ടാവാം. അത് എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്ന അതനുസരിച്ച് നമ്മളുടെ ബ്രെയിനിൽ ന്യൂറോണുമായി ബന്ധപ്പെട്ടാണ് മൈൻഡ് മാപ്പ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും ഡെവലപ്പായിട്ടുള്ള, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ്, അതുപോലെ തന്നെ ബാങ്കിങ്, അതുപോലെ എഞ്ചിനീയറിംഗ് സെക്ഷൻ, എവിടെ ഏത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന സ്ഥലത്ത്, ഏതൊരു സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. മൈൻഡ് മാപ്പ് പഠിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോണുമായി കണക്ട് ചെയ്തിട്ടാണ്. ന്യൂറോണുമായി കണക്ട് ചെയ്താണ് മൈൻഡ് മാപ്പ് നിലനിൽക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ന്യൂറോണിന്റെ ഒരു ഘടനയിലാണ് മൈൻഡ് മാപ്പ് നിൽക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ, നമ്മളുടെ ഓർമ്മ ശേഖരണത്തിനകത്ത്, നമ്മളുടെ മെമ്മറിക്കകത്ത് നമ്മളെ ന്യൂറോണുകൾ എങ്ങനെയാണോ വിവരങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുപോലെയാണ് അതിന്റെ ഫോട്ടോ കോപ്പിയാണ് ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മളെ ബ്രെയിനിൽ എത്രമാത്രം അറിവുണ്ടോ അതിനെ പേപ്പറിലേക്ക് പകർത്താനും, പകർത്തിയതിന് ശേഷം ആ പേപ്പറിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നതിനനുസരിച്ച് നമ്മളെ ന്യൂറോണിൽ ചേഞ്ച് വരുന്ന ഒരു മെത്തഡാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ പേപ്പറിൽ ചാർട്ടുകളിലാണ് അത് വരച്ച് പഠിക്കുന്നത്. അപ്പോൾ ചാർട്ടിൽ നമുക്കത് വരച്ച് പഠിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇപ്പൊ എക്കോ ഉണ്ടോ? ഇല്ല. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, അതായത് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളുടെ മെമ്മറിക്കകത്ത് ഓർമ്മിച്ച് വയ്ക്കാൻ, നമ്മളെ ന്യൂറോണിൽ ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് മൈൻഡ് മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളെ ന്യൂറോൺ എപ്പോഴും ഒരു വിവരത്തെ കണക്ട് ചെയ്ത് അടുത്ത വിവരങ്ങൾ, ഒരു വിവരങ്ങൾ മറ്റ് ന്യൂറോണുകൾക്ക്, ഒരു ന്യൂറോൺ നിരവധി ന്യൂറോണുകൾക്ക് മാറിക്കൊണ്ടാണ് നമ്മളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിഷയത്തെ കൂടുതൽ ഡെവലപ്പായിട്ട് ചിന്തിക്കപ്പെടുന്നത്. അതായത് തുടർച്ചയായിട്ടുള്ള വാക്കുകളിലൂടെ നമ്മളെ ന്യൂറോൺ അടുത്ത വാക്കുകളെ കണക്ട് ചെയ്യും. ഉദാഹരണം, ഇപ്പോൾ ഒരു വൃത്തം കാണുന്നു. ഒരു വൃത്തം കാണുകയാണെങ്കിൽ ആ വൃത്തം നമ്മളെ ബ്രെയിനിൽ ഒരു വൃത്തം കാണുന്നു, റൗണ്ട് കാണുന്നു. ആ റൗണ്ട് കാണുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ആ റൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു ഓർമ്മ അവിടെ നിൽക്കും. ആ ഓർമ്മയുമായി കണക്ട് ചെയ്തായിരിക്കും എന്ത് ചെയ്യുക, നമ്മളുടെ ഈ വൃത്തം എന്ന് പറയുന്ന ഈ ചിത്രത്തിനെ നമ്മളെ ന്യൂറോൺ കൊണ്ടുപോകുന്നത്. ചില ആൾക്കാർ കിണറുമായി സങ്കല്പിക്കുമ്പോൾ കിണറിലേക്ക് വരുമ്പോൾ നമ്മളെ അടുത്ത ന്യൂറോൺ കിണറിലേക്ക് കൊണ്ടുപോകുന്നു.
കിണർ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ആ കിണറ്റിന്റെ കിണറെന്ന് പറയുന്ന ഡേറ്റാസുകൾ കിട്ടിയ ന്യൂറോൺ അതിന്റെ അകത്തുള്ള കപ്പിയും കയറും വെള്ളവും കോരാൻ നിൽക്കുന്ന ആളും ഇങ്ങനെയാണ് നമ്മളുടെ ഏതൊരു ഓർമ്മയും പോകുന്നത്. ചില ആൾക്കാർക്ക് വളയായിരിക്കും, കയ്യിലിടുന്ന റിങ് ആയിരിക്കും മനസ്സിൽ ഓർമ്മ വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ കുപ്പിവള ഇഷ്ടമുള്ള അവരുടെ മെമ്മറിയിൽ കുപ്പിവളയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, കരിവളയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, സ്വർണ്ണ വളയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. എങ്ങനെയാണോ ആ വൃത്തത്തെ, ആ റൗണ്ടിനെ നമ്മളുടെ ന്യൂറോണിലേക്ക് ചെല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഓർമ്മ ശേഖരങ്ങൾ ഓപ്പൺ ആയിക്കൊണ്ട്, ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിക്കൊണ്ടാണ് ഒരു വിവരം നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മളൊരു പഠിക്കുന്ന കാര്യത്തെ നമ്മളുടെ ഓർമ്മ ശേഖരണത്തിൽ നിന്ന് നമുക്ക് ആ പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ന്യൂറോണിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ന്യൂറോണിന്റെ ഒരു മെത്തേഡിലൂടെ ന്യൂറോണിന്റെ ഒരു പ്രവർത്തന രീതിയിലൂടെ നമുക്കതിനെ ഓർമ്മിച്ചെടുക്കാനും അത് എക്കാലവും നമ്മളെ മനസ്സിൽ ആവശ്യം വരുമ്പോൾ ഓർമ്മിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലാണ് മൈൻഡ് മാപ്പ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മൈൻഡ് മാപ്പിന്റെ പഠന രീതി അങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനെ പിന്നെ ആ ന്യൂറോണിന്റെ പ്രവർത്തനത്തെ നമുക്ക് ഇതുപോലെ മൈൻഡ് മാപ്പ് മെത്തേഡിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. ഓക്കെ, ഇത് കണ്ടോ, നമ്മളെ ന്യൂറോണിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് മൈൻഡ് മാപ്പ് മെത്തേഡ്. ഇത് പഠിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് അതായത് ഫോട്ടോഗ്രാഫ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഫോട്ടോ എടുക്കുന്നത് പോലെ വിവരങ്ങളെ ഓർമ്മിച്ച് വയ്ക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളുടെ മൈൻഡ് മാപ്പ് ചാർട്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യത്തെ അപ്പോൾ മൈൻഡ് മാപ്പിലോട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാം രക്ഷകർത്താക്കളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഈ മൈൻഡ് മാപ്പ് തയ്യാറാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊരു 10 കളർ പേനകൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടതാണ്. 10 കളർ പേന. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ക്രയോൺ അല്ല, കളർ പേനകളല്ല, സ്കെച്ച് പേനയല്ല, മാർക്കറല്ല. നമ്മൾ സാധാ നമ്മളെ പേന 10 കളർ പേന കിട്ടും. അത് ഒരു പേന 6 രൂപ 7 രൂപ റേഞ്ചിൽ 70 രൂപ, കൂടിയാൽ 100 രൂപ. ഇപ്പൊ എന്റെ കയ്യിലേക്ക് ഇരിക്കുന്നത് 10 പേനയ്ക്ക് 50 രൂപ റേഞ്ചിലുള്ളതാണ്. അപ്പൊ 10 കളർ പേന വളരെ പ്രധാനമാണ്. കാരണം ഈ 10 കളർ പേന നമ്മളുടെ ഓർമ്മയെ, ഈ ഓരോ ന്യൂറോണിന്റെ പ്രവർത്തനങ്ങളെയും, ഓരോ ശാഖകളുടെ ന്യൂറോണിന്റെ പ്രവർത്തനങ്ങളെയും രേഖപ്പെടുത്തുന്നത് കളറുകൾ വെച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അതുപോലെ തന്നെ ചാർട്ട് പേപ്പറുകൾ, ഒരു വൈറ്റ് ചാർട്ട് പേപ്പറുകൾ പ്രധാനമാണ്. അതിന്റെ കൂടെ ഒരു 1-2 കളർ ചാർട്ട് പേപ്പറുകളും കൂടി രക്ഷകർത്താക്കൾ അത് നോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് ഓൾറെഡി ഗ്രൂപ്പിലിടാം. ഓക്കെ, ചാർട്ട് പേപ്പർ അതുപോലെ തന്നെ കളർ പേനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് പുസ്തകങ്ങൾക്കും ബാഗിനും ഡ്രസ്സിനും ഒക്കെ പൈസ ചിലവാക്കി മേടിക്കുന്നതിനോടൊപ്പം ഇതിന് വേണ്ടി കുറച്ച് പൈസയും കൂടി, വളരെ കുറച്ച് പൈസ മതി. ചാർട്ട് പേപ്പറൊക്കെ ആവശ്യത്തിന് മേടിച്ചാൽ മതി. ഈ ഒരു 10 കളർ പേന നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ഹൈലൈറ്റർ വരുന്നത്, അതായത് നമുക്ക് ഈ ഹൈലൈറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നതിന്റെ ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഇതൊരു 2-3 കളറ് മേടിച്ചിരുന്നാൽ വളരെ നല്ലതായിരിക്കും. കൂടുതൽ ഇവരെ ഓർമ്മയിൽ നിൽക്കും. ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് ചില പോയിന്റുകളെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നമ്മളെ ബ്രെയിനിൽ നിർത്താൻ കഴിയും. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിൽ നിൽക്കും. ഓക്കെ, അത് ഈ മൈൻഡ് മാപ്പിന്റെ ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ വാങ്ങിക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ആപ്പിലാണ്. കാരണം നമുക്കൊരു ആവശ്യം കഴിഞ്ഞാൽ അതിനെ ക്ലോസ് ചെയ്ത് വെക്കാനും, ഇത് മൈൻഡ് മാപ്പ് ആപ്പും
ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം മൈൻഡ് മാപ്പ് പേപ്പറിലിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൈൻഡ് മാപ്പ്. കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാനിത് മൊത്തം ഈ വരുന്ന ക്ലോസ് ചെയ്തു. ഇത്ര സിമ്പിളായിട്ട് ഇത് നമുക്ക് മൈൻഡ് മാപ്പ് നമ്മുടെ മൊബൈലിലും ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് മാജിക്കും മെന്റലിസവുമായിട്ട്, മാത്സിന്റെ തന്നെ മാജിക്കും മെന്റലിസവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് കണക്കിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും അതിനെ ഒരു കലാരൂപമാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന മെത്തേഡ്സുകളാണ് നമ്മളുടെ ഫൈനലി വരുന്നത്. അത് ഇത്തരം ചാർട്ടുകൾ വെച്ചിട്ട് എങ്ങനെ ഒരാളിന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഒരാൾ മനസ്സിൽ വിചാരിക്കുന്ന സംഖ്യകളെ പിക്ക് എടുക്കാമെന്നും, അതിനോടൊപ്പം ആ സംഖ്യയെ ഒരു മാജിക് സ്ക്വയറിലൂടെ നമുക്കതിനെ ആ സംഖ്യയെ അവതരിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതിനോടൊപ്പം തന്നെ മാജിക്കിന്റെ, അതായത് നമുക്കൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കുട്ടികൾക്കൊരു പ്രോഗ്രാം വരെ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള മാജിക് മെന്റലിസവും അതുപോലെ തന്നെ മാജിക്കും നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് കാരണം കണക്കിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇത്. കണക്കിനെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി നമ്മളുടെ കയ്യിൽ കുറച്ച് സംഖ്യാപരമായിട്ടുള്ള അല്ലെങ്കിൽ കണക്കിന്റെ മാസ്മരികത അല്ലെങ്കിൽ കണക്കിന്റെ മാജിക്കുകൾ നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നമ്മളുടെ കൈവശം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നമുക്ക് വരുന്ന കുറച്ച് ബോണസുകളാണ്. ബോണസ് മീൻസ് ഇതിനകത്ത് കുറച്ച് അധികം, അതായത് നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന AI നമുക്ക് ഏതൊരു വിവരവും ഇപ്പൊ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാറ്റ് GPT, അതുപോലെ തന്നെ നമുക്കൊരു പുതിയൊരു കഥ രൂപീകരിക്കണം. നമുക്ക് കഥയ്ക്ക് വേണ്ടുന്ന ചില ആശയങ്ങളുണ്ട്. അത് വെച്ചിട്ട് കഥ തയ്യാറാക്കാനോ, ഒരു കവിത തയ്യാറാക്കാനോ, ഒരു പാട്ട് തയ്യാറാക്കാനോ, ഒരു പ്രസംഗം തയ്യാറാക്കാനോ, അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള AI തന്നെ ചാറ്റ് GPT, അതുപോലെ തന്നെ ജെമിനി, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഒരു പാട്ട്, സംഗീതം, മ്യൂസിക് കൊടുക്കാനുള്ള സുനോ, അതുപോലെ തന്നെ പവർ പോയിന്റ്, അതുപോലെ വേഡ്സ്, നമ്മുടെ MS ഓഫീസിലെ വേഡ്സ്, എക്സല്, അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാൻവ, ഇങ്ങനെ ഇത്തരം ആപ്പുകളും കൂടി നമ്മൾ ഇതിനകത്ത് പരിചയപ്പെട്ടു പോകുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതും മൈൻഡ് മാപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഈ ഫോൾഡർ എല്ലാം കൂടി ഓപ്പൺ ആക്കിയാൽ, ഞാൻ ഓരോന്ന് ഇവിടെ മുതലേ ഓപ്പൺ ആക്കിയാണ് വന്നത്. ഈ ഫോൾഡർ എല്ലാം കൂടെ ഓപ്പൺ ആക്കിയാൽ ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സുകളെല്ലാം ഒറ്റ ഫോട്ടോസിൽ എനിക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഉദാഹരണം, ജസ്റ്റ് ഒന്ന് അതിന്റെ വിശാലതല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് ഒന്ന് കാണിക്കുന്നത്. എങ്ങനെയാണ് ഒരു മൈൻഡ് മാപ്പ് ഇടുമ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകത്തിനകത്ത് കാര്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ മൈൻഡ് മാപ്പ് ഇട്ട് വയ്ക്കാൻ കഴിയും. ഇതിന്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനകത്ത് തന്നെ ഏകദേശം 15ഓളം ഫോൾഡർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കോൾ വരുന്നുണ്ടോ? ഇത് ചാർട്ട് പേപ്പറിൽ നമുക്ക് ഇങ്ങനെ ആക്കി നമ്മുടെ വീടൊരു കറക്റ്റ് ഒരു കുട്ടികൾക്ക് പഠിക്കുന്ന അവരുടെ പഠനത്തിന്റെ ഒരു ലാബ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യുന്നതിലൂടെ. ഇത്രയും ഏരിയയിൽ വരുന്നുണ്ടോ?
ഇനി ഇതിനകത്ത് ഇത് ഓരോന്നും ഓപ്പൺ ആക്കിയാൽ, ഞാൻ അത്രയും സമയം എടുക്കുന്നില്ല, ഓരോന്നും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് തന്നെ 16 പിക്ചറുകൾ ഞാനിപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് 13 ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് 6 അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ഇത്ര ഒരു മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിൽ വിവരങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇതുപോലെയാണ്. നമുക്ക് ആവശ്യം വരുമ്പോൾ ആ ആവശ്യവുമായി ബന്ധപ്പെട്ട ഫോൾഡറുകൾ ഓപ്പൺ ആവും. അങ്ങനെയാണ് നമ്മുടെ ന്യൂറോണിൽ നമ്മളെ ഓർമ്മകൾ നിൽക്കുന്നത്. അതുപോലെയാണ് മൈൻഡ് മാപ്പിലും നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ചാർട്ടിലാണ് ഈ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിനകത്തുള്ള എല്ലാ പേജുകളും ഒറ്റ ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ഫോട്ടോസിൽ അല്ലെങ്കിൽ ഒറ്റ വ്യൂവില് ഒരുമിച്ച് കാണാൻ കഴിയും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും പ്രാക്ടീസ് സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ മുതൽ നമുക്ക് എല്ലാ ദിവസവും, അതായത് ഇവിടെ നമുക്ക് പ്രാക്ടീസ് സെക്ഷനിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത്, തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഞായറും തിങ്കളും ക്ലാസ് ഉണ്ടായിരിക്കില്ല. ബാക്കി 5 ദിവസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിപ്പോ ഒരു ടെസ്റ്റാ. 10ാം ക്ലാസ്സിലെ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതിന്റെ മൈൻഡ് മാപ്പിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് 4 അധ്യായം ഇതാണ് ഇതിനകത്ത് വരുന്നത്. 4 ചാപ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തത് അതുമായി ബന്ധപ്പെട്ട ഡേറ്റാസുകൾ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വീണ്ടും നമ്മൾ എഴുതുമ്പോഴും ഇതുമായി കൂടുതൽ കാര്യങ്ങളെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഒറ്റ ചാർട്ടിനകത്ത് നമ്മളുടെ ഒരു ടെസ്റ്റ് ഫുള്ള് ഒരൊറ്റ ചാർട്ടിനകത്ത് വയ്ക്കാൻ പറ്റും. ഇത് രണ്ടാമത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കളർ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ഓരോ ചാപ്റ്ററിനും ഓരോ കളറുകളായിരിക്കും വരുന്നത്. ഇതുപോലെ ആയിരിക്കും നമ്മൾ മൈൻഡ് മാപ്പ് ഇട്ട് പഠിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി സർ. കുറച്ചുപേര് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോയി. അത് ചിലപ്പോൾ നെറ്റിന്റെ തടസ്സങ്ങൾ കാരണമായിരിക്കാം. 2-3 പേര്. അപ്പോൾ എങ്ങനെയാ നമ്മളെ ഓക്കെ, അപ്പൊ ഇത്തരം ഏരിയകളാണ് നമ്മൾ 21 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊരു പ്രോബ്ലംസ് എന്ന് പറഞ്ഞത്, ഞാൻ ഒരാളും കൂടി ഓൾറെഡി നമ്മൾ ഈ ലൈവ് സെക്ഷൻ ചെയ്യുമ്പോൾ ഒരാളും കൂടി വേണം. അത് കാരണം ഇതിനകത്ത് പുറത്ത് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആൾ വേണമായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കാരണം ആളുകൾ ഇതിനകത്ത് കൂടുതൽ വരുമ്പോൾ അവർ പല കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ലിങ്ക് കിട്ടുന്നില്ല, ആക്റ്റീവ് ആവുന്നില്ല, ഇടയ്ക്ക് അറിയാതെ അവർ പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊരു ആൾ വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം നമ്മുടെ ഈ ഒരു ലൈവിൽ. അപ്പോൾ ഞാൻ കുറച്ച് സമയം അതിലേക്കൊക്കെ ശ്രദ്ധ പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളുടെ ഒരു ഇതിനകത്ത് കോൺസെൻട്രേഷൻ കൊടുത്ത് നിന്നിട്ടില്ല. അപ്പോൾ ഇതിന് വ്യക്തമായിട്ടുണ്ടോ നമ്മളുടെ ഈ ഒരു തുടക്കം എന്ന നിലയ്ക്ക് എന്താണ് നമ്മുടെ ഈ കോഴ്സിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയാമോ? എന്താണ് അന്നാലക്ഷ്മി? ആരാണത്? നിങ്ങളുടെ എല്ലാവരുടെയും പേര് നമ്മുടെ തന്നിട്ടില്ലാത്തവർ പേര് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. നാളെ രാവിലെ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷനിലെ ക്ലാസ് രാവിലെ അല്ല, ഇന്ന് തന്നെ ഇവിടുത്തെ ഇത് കഴിഞ്ഞ ഉടനെ ഇടുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ടെലഗ്രാമിനകത്തായിരുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ തന്നെ മറ്റൊരു ഗ്രൂപ്പ് ഇട്ടിട്ട് തുടങ്ങിയിട്ട്, അത് മെയിൻ ഗ്രൂപ്പായിട്ട് തുടങ്ങിയിട്ട്
അതിനകത്ത് നോട്ട് തരും. ആ നോട്ട് കാണുക, നോട്ട് മനസ്സിലാക്കുക, നമ്മളെ പ്രാക്ടീസ് സെക്ഷനിലേക്ക് വരിക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെക്ഷൻ അല്ലെങ്കിൽ നമ്മളെ തുടക്കം എന്ന നിലയ്ക്ക് മാക്സിമം ആൾക്കാർ വന്നിട്ടുണ്ട്. ഓരോരുത്തരെ പേരെടുത്ത് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മളുടെ അടുത്ത ഈ 21 ദിവസത്തെ, നാളെ മുതലാണ് നമുക്ക് 1ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. 21 ദിവസത്തെ പ്രാക്ടീസ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഓരോരുത്തരെയും പരിചയപ്പെടാം. അപ്പോൾ ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും രക്ഷകർത്താക്കളെ വളരെയധികം ശ്രദ്ധിക്കുക. രക്ഷകർത്താക്കള് നമ്മൾ പറഞ്ഞ പേന, ചാർട്ട് അപ്പൊ ഈ നാളെ തന്നെ വേണമെന്നില്ല. ഇതൊരു 5 ദിവസത്തിനകത്ത് എന്തായാലും വാങ്ങി വെക്കണം. നാളെ തന്നെ നാളെയോ മറ്റന്നാളോട്ടൊക്കെ മേടിച്ചാൽ അത്രയും നല്ലത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഓരോ ടൈം അനുസരിച്ച് ചെയ്തു പോകാം. എന്തായാലും നാളെയോ 2 ദിവസത്തിനകം, 2 ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ചാർട്ട് പേപ്പറും പേനയും മറ്റേ ഹൈലൈറ്ററും വാങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിപ്പം 9:10 നമ്മൾ 1 മണിക്കൂറാണ് നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ പറഞ്ഞിരുന്നത്. അപ്പൊ എല്ലാവർക്കും എന്താണ്, എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചാർട്ട് പേപ്പർ എത്ര എണ്ണം വേണം? കേട്ടില്ല. സാറേ, ചാർട്ട് പേപ്പർ ഏതൊക്കെ കളർ വേണം? മനസ്സിലായില്ല, ആരാണ്? സാറേ, ചാർട്ട് പേപ്പർ അത് എത്ര കളർ വേണം? ചാർട്ട് പേപ്പറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വൈറ്റ് ആണ്. അതിന്റെ കൂടെ നമുക്ക് മറ്റേ ഒരു 2-3 കളറും കൂടി അതിന്റെ കൂടെ മേടിച്ച് വെച്ചിരിക്കണം. കാരണം അത് കട്ട് ചെയ്ത് നമുക്ക് അവിടെ ഒട്ടിക്കേണ്ടി വരും. ചാർട്ട് പേപ്പർ പ്രധാനമായിട്ടും വേണ്ടത് വൈറ്റില് നമുക്ക് കളർ പേന വെച്ച് വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കാനുണ്ട്. അതിന് വേണ്ടി മാത്രമായിട്ട് 1-2 കളർ ഉണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് സ്ഥലത്ത് അത് ഉപയോഗിക്കാം. ഓക്കെ സാർ. പിന്നെ ഈ സ്റ്റിക്കി നോട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്റ്റിക്കി നോട്ട് ഉണ്ട്. അതായത് ഈ സ്റ്റിക്കറുള്ള നമ്മളെ ഈ ചെറിയ ടൈപ്പ് ഉണ്ട്. അതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ. സ്റ്റിക്കി നോട്ട് മനസ്സിലായോ? മനസ്സിലായി സാറാ. അതുണ്ടെങ്കിൽ അത് കുറച്ച് നല്ലതാണ്. നമുക്ക് ചില കാര്യങ്ങൾ എഴുതിയിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനും. നാളെ ഞാനിപ്പോ 1ാമത്തെ ക്ലാസ് ഫിംഗർ മാത്സ് ആണ്. ഫിംഗർ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് അത് നോട്ട് ഇന്ന് തരുന്നതാണ്. ഞാനൊരു വാട്സപ്പിനകത്ത് ഞാനൊരു ലിങ്ക് ഇടാം. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം. അതിനകത്തേക്ക് കയറുക. വാട്സപ്പിന്റെ തന്നെ മെയിൻ ഗ്രൂപ്പ് ആയിട്ട് അതിനകത്ത് നമുക്ക് നോട്ട് ഇടാം. കാരണം നമ്മളിപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ തന്നെ നമ്മൾ നോട്ട് ഇട്ട് കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത്, അത് ഈ നമ്മളിടുന്ന വർക്കുകളെല്ലാം കൂടി അതിനകത്ത് കുരുങ്ങി പോകും. അപ്പൊ ഏതാണ് കുട്ടികൾ ഇടുന്നതും എല്ലാം കൂടി മിക്സ് ആയി പോകും. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പും കൂടി ഇതിനകത്ത് മെയിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ചെയ്യും. അതിനകത്ത് വേറെ ആർക്കും മെസ്സേജ് ഒന്നും ചാറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതിനകത്ത് ക്ലാസ്സിൽ ഇടാം. ആ ക്ലാസ് നിങ്ങൾ കയറുക, പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കുക. പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രാക്ടീസ് സെക്ഷനിൽ എല്ലാ ദിവസവും വൈകിട്ട് ഞായറും തിങ്കളും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും 8 മണിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പ്രാക്ടീസിന് എത്തുക. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പഠിക്കാനെടുക്കുന്ന ഒരു സമയവും നമുക്ക് നഷ്ടമാകില്ല. നമുക്ക് ക്ലാസ് റൂമുകളിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് നോട്ടുകൾ, ഒരുപാട് വർക്കുകൾ, ഹോംവർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ അതിനോടൊപ്പം 1 മണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷത്തിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പഠിച്ചെടുത്ത
രീതിയിലായിരിക്കില്ല നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് നല്ലൊരു പേര് സെറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ 21 ദിവസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. ഓക്കെ? ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഇത്രയും സമയം നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും രക്ഷകർത്താക്കളും ഏറ്റവും കൂടുതൽ ഒരു മാറ്റത്തിന്റെ ഒരു മാറ്റമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ എല്ലാവരുടെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു സർ. ഹലോ സാർ, ഞാൻ പറയണേ കേൾക്കാമോ സർ? ഹലോ സർ. സാർ, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറയൂ. സാർ, ആ പേന ജെല്ലറ്റിൻ പേനാണോ കളർ പെൻ, അതായത് മിനുക്കുള്ള പേനയാണോ? അല്ല, മിനുക്കുള്ള പേനയും കൂടി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഗ്രൂപ്പിലിടാം. ഇത് എനിക്ക് വളരെ വലിയ എക്കോ കേൾക്കുന്നു. ഞാൻ പറയട്ടെ. അതായത് നമ്മൾ നമ്മളുടെ സാധാ പേനയില്ലേ, സാധാ പേനയുടെ തന്നെ മിനുക്കം വരാത്ത ജെല്ലല്ല, അല്ലാതെ തന്നെ വരുന്ന. കാരണം ഈ സാധാ പേന ഉള്ളേ, നമ്മളെ ബ്ലാക്കും ബ്ലൂവും ഇല്ലേ, അതിന്റെ തന്നെ ആകുമ്പോൾ നമ്മളൊരു മൈൻഡ് മാപ്പ് തയ്യാറാക്കിയാൽ എത്ര നാള് നിൽക്കുമായിരുന്നു. അപ്പൊ അതില് ആ മിനുക്കമുള്ളതാണെങ്കിലും മിനുക്കമുള്ളത് ആയാലും കുഴപ്പമില്ല. പക്ഷെ അതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് ആ മിനുക്കം അതിൽ വരാതെ തന്നെ വരുന്ന പേനകളുണ്ട്. 10 കളർ സെറ്റ് എല്ലാ ബുക്ക് സ്റ്റാളിലും ഉണ്ട്. ഓക്കെ സാർ. പിന്നെ ഡൗട്ട്, വൈറ്റ് ചാർട്ട് മാത്രം മതിയോ ഇപ്പൊ? വൈറ്റ് ചാർട്ട് മതി. അതിന്റെ കൂടെ അത് വൈറ്റ് ചാർട്ട് മേടിച്ചിട്ട് വൈറ്റ് ചാർട്ട് മതി. ഇപ്പൊ തൽക്കാലം വൈറ്റ് ചാർട്ട് മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ചെറിയ സ്റ്റിക്കി സൈസ് കാണും, നമുക്ക് അത് ഒട്ടിക്കാൻ പറ്റുന്ന കാണും അവിടെ. പറയൂ. നോട്ട് പാഡ് ആണോ കളർ ആയിട്ട് പേപ്പർ ഉള്ള, നമ്മൾ ഭിത്തിയിൽ ഒട്ടിക്കാൻ പറ്റുന്ന? അതെ, അങ്ങനെയുള്ളത് വാങ്ങാം. അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ നല്ലതാണ്. ശരി സാർ. നമുക്ക് മൊത്തം 3 മാത്സ് അല്ലേ ഉള്ളൂ, ഫിംഗർ മാത്സും മാജിക് സ്ക്വയറും മൈൻഡ് മാപ്പും. അല്ല, അത് മാത്രമല്ല, നമ്മൾ എടുക്കുന്ന എല്ലാ സെക്ഷനിലും മാത്സ് വരും. ശരി. ഇതിനകത്ത് ഏറ്റവും വലിയ ഇതിന്റെ അകത്ത് നമുക്ക് കണക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് ഒന്ന് നേരത്തെ പിന്നെ പറയും, നമ്മൾ സംഖ്യകള് വാക്കുകളാക്കി മാറ്റുന്നു പറഞ്ഞില്ലേ. അവിടെ അത് പ്രധാനപ്പെട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് മാജിക് സ്ക്വയറിനകത്ത് വരുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ചാർട്ട് എന്ന് പറയുന്ന ഏരിയയിലാണ് വളരെ പ്രധാനപ്പെട്ട മാത്സിന്റെ സെക്ഷൻ വരുന്നത്. അതായത് നമ്മൾ 1 മുതൽ 1000 വരെയുള്ള സംഖ്യകളെ അതിന്റെ ഗുണനഫലം അല്ലെങ്കിൽ ഗുണനപ്പട്ടിക തയ്യാറാക്കുന്ന മെത്തേഡുകൾ. എന്താണ് ചോദിച്ചാൽ 3 എണ്ണമാണെന്ന് ചോദിച്ചാൽ എന്താണ്? എല്ലാത്തിലും വരുന്നുണ്ട്, എല്ലാത്തിലും മാത്സ് വരുന്നുണ്ട്. അല്ല സാർ, ഇൻട്രൊഡക്ഷനിൽ 3 എണ്ണല്ലേ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ശരിയല്ല. അത് പ്രധാനപ്പെട്ടാണ്. ഓക്കെ സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വിദ്യ ടീച്ചർ എന്ത് പറയുന്നു? അപ്പൊ അടുത്ത സെക്ഷനിൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. കഴിഞ്ഞ ബാച്ചിലുള്ള ഓക്കെ. ഇതിനകത്ത് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്.
അതിന്റെ പ്രാക്ടീസ് സെക്ഷനിൽ അവരിടുന്ന വർക്കുകളൊക്കെ ഒന്ന് നോക്കാനുണ്ട്. അവർക്ക് അവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്ക് പറയാൻ പറ്റും. ടീച്ചർ ഇതിനകത്ത് റോസ്ന, റസ്ന, അതുപോലെ നമ്മളുടെ സൗഹൃദയ നവോദയയിൽ പോയി. സൗഹൃദ തന്നെ ഇല്ല. പിന്നെ ഓണ വെക്കേഷൻ വരുമ്പോഴത്തേക്കേ ഉള്ളൂ. പിന്നെ വരുന്നത് റോസ്ന, റസ്ന, പിന്നെ തനയുണ്ട്. പിന്നെ കഴിഞ്ഞ ബാച്ചിൽ ഇപ്പൊ നമ്മുടെ അരഹത്, നമ്മളെ അശ്വനി, പിന്നെ വരുന്നത് പാലി, അവരൊക്കെ ഈ ബാച്ചിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അവർക്കും കൂടി മറ്റുള്ള പുതിയ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സൂരജനുണ്ട്. സൂരജനൊക്കെ പുതിയ ബാച്ചിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ കല്യാണി, അതെ, അവരുണ്ട്. ടീച്ചർ മാത്രമല്ല. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷൻ നമ്മളെ കഴിഞ്ഞ ബാച്ചിലെ കുറച്ച് കുട്ടികളൂടെ ഉള്ളത് കൊണ്ട് നല്ലൊരു ഓളത്തില് പോകുന്നതാണ്. കുറച്ചും കൂടെ ഈസി ആയിട്ട്, കഴിഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night, sir. ഓക്കെ, ഗുഡ് നൈറ്റ്.